ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ മക്കളുടെ അടിസ്ഥാന ശാസ്ത്രത്തിലെ അവസാനത്തെ പാഠമാണ്. ജന്തുജാലങ്ങൾ എന്നുള്ള ഈ 8ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഈ പാഠഭാഗത്തിലെ മുഴുവൻ ക്വസ്റ്റ്യൻസും അതുപോലെ വിലയിരുത്താം ചോദ്യങ്ങളുമാണ് നമുക്ക് ചെയ്ത് നോക്കാനുള്ളത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അത് ലഭിക്കുന്നതാണ്. ഇനി അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ മാത്രം ക്ലാസ്സുകൾ മതിയെങ്കിൽ STD 5 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇവിടെ 3 കുട്ടികൾ മാമ്പഴം എടുക്കുന്നതിൻ്റെ ഒരു ചിത്രമാണല്ലേ തന്നിട്ടുള്ളത്. ഒരു കുട്ടി പറയുന്നത് നോക്കൂ, ഈ മാമ്പഴത്തിനുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത്? അവളുടെ സംശയമാണ് കേട്ടോ. എന്താണ് നിങ്ങളുടെ ഊഹം? എങ്ങനെയായിരിക്കും ആ മാമ്പഴത്തിനുള്ളിൽ പുഴു വന്നിട്ടുണ്ടായിരിക്കുക? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് കണ്ടെത്തൽ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. പഴങ്ങളിൽ മാത്രമാണോ പുഴുക്കളുള്ളത്? അല്ല, പച്ചക്കറികളിലും പൂക്കളിലും മണ്ണിലും തുടങ്ങി പലയിടങ്ങളിലും നമുക്ക് പുഴുക്കളെ കാണാം. നിങ്ങളുടെ പരിസരത്ത് പലതരം പുഴുക്കളെ കണ്ടിട്ടില്ലേ? എങ്ങനെയാണ് ഇവ ഉണ്ടാകുന്നത്? ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. ചിത്രം നിരീക്ഷിക്കൂ, കണ്ടെത്തലുകൾ രേഖപ്പെടുത്തൂ. ഇവിടെ പൂമ്പാറ്റ പുഴുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. തേനീച്ചയുടെ പുഴുക്കൾ അവിടെ തന്നിട്ടുണ്ട്, ലാർവകൾ തന്നിട്ടുണ്ട്. കടന്നലിൻ്റെയും വണ്ടിൻ്റെയും അതുപോലെ തന്നെ ലാർവകൾ അവിടെ നമുക്ക് ചിത്രത്തിൽ തന്നിട്ടുണ്ട്. മുട്ട വിരിഞ്ഞ് പുഴുവായി മാറുന്ന ജീവികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തിയെഴുതൂ. ഉറുമ്പ്, ചെള്ള്, കടന്നൽ, പൂമ്പാറ്റ, മിന്നാമിനുങ്ങ് തുടങ്ങിയവയെല്ലാം ഇതുപോലെ മുട്ട വിരിഞ്ഞ് പുഴുവായി മാറിയ ശേഷമാണ് ഇത്തരത്തിലുള്ള ജീവികളാവുന്നത്. ചിത്രം നിരീക്ഷിക്കൂ. ഒരു ആൻഡ് ലൈൻ ലേസ് വിങ്ങിൻ്റെ ചിത്രമാണ്. മുട്ട വിരിയുന്നു, മുട്ട വിരിഞ്ഞെന്താവുന്നു? ലാർവ കുഴിയാനയാവുന്നു, കുഴിയാന പ്യൂപ്പയാവുന്നു. പിന്നെ ആൻഡ് ലൈൻ ലേസ് വിങ് നമ്മുടെ ഡ്രാഗൺ ഫ്ലൈ തുമ്പിയാവുന്നു. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ? ഇല്ല അല്ലേ. കുഴിയാനയ്ക്ക് പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? അത് പ്യൂപ്പയാവുകയും തുടർന്ന് തുമ്പിയായി മാറുകയും ചെയ്യുന്നു. കുഴിയാന ആൻഡ് ലൈൻ ലേസ് വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറു പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പിന്നീട് പ്രാണിയുണ്ടാകുന്നത്. രൂപാന്തരണം അഥവാ മെറ്റാമോർഫോസിസ്. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെ രൂപാന്തരണം അഥവാ മെറ്റാമോർഫോസിസ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ വളർച്ചാഘട്ടങ്ങളുള്ള മറ്റേതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? തവള, തേനീച്ച, ഈച്ച, കൊതുക്, തുമ്പി, പൂമ്പാറ്റ തുടങ്ങിയവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. ഇനി പാറ്റയുടെ രൂപാന്തരണം നോക്കിക്കേ. പാറ്റ കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ? മുട്ട ആദ്യം നിംഫാവുന്നു, പിന്നീടാണ് ആ നിംഫ് പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റയിലേക്ക് മാറുന്നത്. എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. നിംഫ് വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. ഇതിനിടെ പലതവണ അതിൻ്റെ പുറംചട്ട പൊഴിച്ചു കളയുന്നു. പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റു സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചിലയിനം കീടങ്ങളെ അകറ്റും. ഇതുപോലെ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? ചർച്ച ചെയ്യൂ. വേപ്പിൻ കഷായം, വെളുത്തുള്ളി മിശ്രിതം തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ കർഷകർ ഉപയോഗിച്ചു വരുന്ന ജൈവ രീതിയിലുള്ള കീട നിയന്ത്രണ മാർഗങ്ങളാണ്. കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തിയെഴുതൂ. തണ്ടുതുരപ്പൻ പുഴു, കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, തെങ്ങോലപ്പുഴു, പഴയീച്ച, ഇല ചുരുട്ടിപ്പുഴു തുടങ്ങിയവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ. ഏലം, കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട തുടങ്ങിയവയാണ് അവിടെ തന്നിട്ടുള്ളത്. ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങളും നമ്മൾ ഇടാറുണ്ട്. ഇതെന്തിനായിരിക്കും? കീടങ്ങളിൽ നിന്ന് രക്ഷ നേടാനും പ്രാണികളെ അകറ്റി നിർത്താനുമാണ് നാം ഇത്തരത്തിൽ ചെയ്യുന്നത്. കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോ? അവ പറയുന്നത് നോക്കൂ. ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്.
ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നു. ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തിന് പുഴുക്കളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ലഘുകുറിപ്പ് തയ്യാറാക്കൂ. ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പുഴുക്കൾ വലിയ പങ്ക് വഹിക്കുന്നു. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളും തിന്ന് ഈ പുഴുക്കൾ പരിസരം വൃത്തിയാക്കുന്നു. മാത്രമല്ല, ഈ പുഴുക്കളെ ആഹാരമാക്കുന്ന മറ്റു നിരവധി ജീവികളുണ്ട്. ഇവയില്ലാതെ അവർക്ക് നിലനിൽപ്പില്ല. പുഴുക്കളിൽ നിന്നുണ്ടാവുന്ന പൂമ്പാറ്റ പോലുള്ള ജീവികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. ചെറുപ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേൾ, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷക ഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിൽ ഉണ്ട്. വർണ്ണച്ചിറകുള്ള പ്രാണികൾ. പ്രാണി കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എത്ര ചിത്രശലഭങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? ചിത്രങ്ങൾ നിരീക്ഷിച്ച് ശലഭങ്ങളെ തിരിച്ചറിയൂ. ഇതിൽ വരയൻ കടുവ, വിലാസിനി, കരിയില ശലഭം, മഞ്ഞപ്പാപ്പാത്തി, ഗരുഡശലഭം, ബുദ്ധമയൂരി തുടങ്ങിയ ചിത്രശലഭങ്ങളാണ് ഉള്ളത്. കൂടുതൽ ശലഭങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കൂ. അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് എഴുതുകയും വേണം. അപ്പോൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, 3ലും 4ലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് ചിത്രശലഭങ്ങളുടെ പേരുകളും ചിത്രങ്ങളും എല്ലാം ലഭിക്കുന്നതാണ്. അതെല്ലാം വെട്ടിയെടുത്ത് നിങ്ങൾക്ക് ആൽബത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ശലഭങ്ങളുടെ പേരുകൾ നോക്കൂ. നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്കുതപ്പി. ഈ ശലഭങ്ങൾക്ക് ഈ പേരുകൾ വന്നത് എന്തുകൊണ്ടാവാം ചർച്ച ചെയ്യും. ഈ ശലഭങ്ങൾ അതത് സസ്യങ്ങളിലാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് അവയ്ക്ക് ആ പേര് വന്നത്. നാരകശലഭം നാരകമരത്തിലും, അരളിശലഭം അരളിച്ചെടിയിലും, വെള്ളിലത്തോഴി വെള്ളിലച്ചെടിയിലും, എരുക്കുതപ്പി എരുക്കുമരത്തിലുമൊക്കെയാണ് നമുക്ക് കാണാനാവുന്നത്. അതുകൊണ്ടാണ് അവയ്ക്ക് ആ പേരുകൾ വന്നിരിക്കുന്നത്. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ശാസ്ത്രപുസ്തകത്തിൽ എഴുതി ചേർക്കണേ. ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം. നിങ്ങളുടെ വിദ്യാലയത്തിലും ഒരു ശലഭോദ്യാനം നിർമ്മിക്കൂ. നിശാശലഭങ്ങൾ. ശലഭങ്ങളെ എപ്പോഴൊക്കെയാണ് കാണുന്നത്? പകലും രാത്രിയും എല്ലാം കാണാം അല്ലേ? രാത്രി കാലങ്ങളിൽ കാണാറുണ്ടോ? ഉണ്ട്. എന്താണ് അവയുടെ സവിശേഷതകൾ? തൂവൽ അല്ലെങ്കിൽ ചിറകു പോലെ ആകൃതിയുള്ള തടിച്ച ആന്റിനയാണ് നിശാശലഭങ്ങൾക്കുള്ളത്. രാത്രികാലത്താണ് ഇവ സജീവമാവുന്നത്. ചിറകുകൾ വിടർത്തിയാണ് ഇവ വിശ്രമിക്കുന്നത്. പ്യൂപ്പകൾക്കായി സിൽക്ക് നൂലുകൊണ്ടാണ് നിശാശലഭങ്ങൾ കൊക്കൂൺ നിർമ്മിക്കുന്നത്. നിറം കുറഞ്ഞ ചിറകുകളാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ ശരീരം തടിച്ചതും നിറയെ രോമങ്ങൾ നിറഞ്ഞതുമായിരിക്കും. ഇത്രയും സവിശേഷതകളാണ് നിശാശലഭങ്ങൾക്ക് ഉള്ളത്. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെപ്പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനികളാണുള്ളത്. ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. വെങ്കണനീലി. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് വെങ്കണനീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റു സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെങ്കണമരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. ചെറുജീവികളുടെ ലോകം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെല്ലാം ചെറുജീവികളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? ചിത്രത്തിലെ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തൂ. ആദ്യത്തേത് ഉറുമ്പാണ്, ഇത് തേളാണ്, പിന്നെ ഇത് തുമ്പിയാണ്, ഇത് പേനാണ്, ഇത് കടന്നലാണ്, ഇത് പഴുതാരയാണ്, ഇത് ചിലന്തിയാണ്. നമ്മുടെ പരിസരത്ത് എല്ലായിടത്തും കാണപ്പെടുന്ന ചെറുജീവികളാണല്ലോ ഉറുമ്പ്. എല്ലാ ഉറുമ്പുകളും ഒരേ തരത്തിൽപ്പെട്ടതാണോ? അല്ല. എത്ര തരം ഉറുമ്പുകളെ നിങ്ങൾക്കറിയാം? പേരുകൾ എഴുതി നോക്കൂ. ചോണനുറുമ്പ്, നെയ്യുറുമ്പ്, പുളിയുറുമ്പ്, കട്ടുറുമ്പ്, മരയുറുമ്പ്, കുനിയനുറുമ്പ് തുടങ്ങിയവയെല്ലാം പലതരം ഉറുമ്പുകൾക്ക് ഉദാഹരണങ്ങളാണ്. പല ധർമ്മങ്ങൾ. സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ കാണാം. ചിറകുള്ള ഉറുമ്പുകൾ. ഉറുമ്പുകൾ പറക്കുന്നത് നോക്കൂ. ഇനി ഞങ്ങൾക്കും പറക്കാമെന്ന് പറയുന്നുണ്ടല്ലേ? നിങ്ങൾ ചിറകുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഉറുമ്പുകൾക്ക് ചിറക് മുളയ്ക്കുന്നത്?
അവയുടെ പ്രത്യുൽപാദന സമയത്താണ് അവയ്ക്ക് ചിറകുകൾ മുളയ്ക്കുന്നത്. പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തുവരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉറുമ്പുകളെ നിരീക്ഷിക്കാം. നമുക്ക് ചുറ്റുപാടുമുള്ള ഉറുമ്പുകളെ നിരീക്ഷിച്ചാലോ? എന്തെല്ലാം കാര്യങ്ങൾ നിരീക്ഷിക്കാം? ഉറുമ്പിൻ്റെ നിറം, വലുപ്പം, വാസസ്ഥലം, എന്തെല്ലാം ആഹാരം കഴിക്കുന്നുണ്ട്, ആഹാര സമ്പാദന രീതി എങ്ങനെയാണ്, സഞ്ചാരം എങ്ങനെയാണ്, വേഗത്തിലാണോ അതോ സ്പീഡില്ലാതെയാണോ വേഗത ഇല്ലാതെയാണോ, ഇക്കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിരീക്ഷിക്കാവുന്നതാണ്. നിരീക്ഷിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു പതിപ്പ് തയ്യാറാക്കണം. അത് ക്ലാസ്സിലെ കുട്ടികളുടെ എല്ലാവരുടെയും കൂടെ ചേർത്തിട്ട് ഒരു വലിയ പതിപ്പായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാവുന്നതാണ്. സമൂഹമായി ജീവിക്കുന്ന മറ്റേതെല്ലാം ചെറുജീവികളെ നിങ്ങൾക്കറിയാം? ചിതൽ, ഉറുമ്പ്, തേനീച്ച, കടന്നൽ, പാറ്റ, ഇതെല്ലാം നിങ്ങൾക്കതിൽ ഉൾപ്പെടുത്താം. പ്രാണിയുടെ ശരീരഭാഗങ്ങളായ സ്പർശനികൾ, കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവ നിരീക്ഷിക്കൂ. എന്തെല്ലാം സവിശേഷതകളാണ് ഈ ശരീരഭാഗങ്ങൾക്കുള്ളത്? മറ്റു പ്രാണികൾക്കും ഈ സവിശേഷതകളുണ്ടോ? നിങ്ങളുടെ കണ്ടെത്തലുകൾ ക്ലാസ്സിൽ ഒരു സെമിനാറായി അവതരിപ്പിക്കുക. അപ്പോൾ എന്തെല്ലാം സവിശേഷതകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. വൃത്താകൃതിയിലുള്ള കാഴ്ച നൽകുന്ന ഒരു ജോഡി വലിയ സംയുക്ത കണ്ണുകളാണുള്ളത്. സ്പർശനത്തിനും മണത്തിനും സഹായിക്കുന്ന നൂലുപോലുള്ള ഒരു ജോഡി ആൻറ്റന. ഭക്ഷണവും ആവാസവ്യവസ്ഥയും കണ്ടെത്തുന്നതിനായി വളരെ ദൂരം വേഗത്തിൽ സഞ്ചരിക്കാൻ ചിറകുകൾ പ്രാണികളെ സഹായിക്കുന്നു. കാലുകൾ വളരെ ദൂരത്തേക്ക് ചാടാൻ സഹായിക്കുന്നു. അപ്പോൾ ഒരു ജോഡി കണ്ണുകൾ, ആൻറ്റന, പിന്നെ അതുപോലെ ചിറകുകൾ, കാലുകൾ തുടങ്ങിയവയാണ് ഇവയുടെ പ്രധാന സവിശേഷതകളായി നമുക്ക് പറയാവുന്നത്. നമുക്ക് മത്സ്യങ്ങളെക്കുറിച്ച് നോക്കാം. ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങൾ നിങ്ങൾ പഠിച്ചതാണല്ലോ. എന്തെല്ലാമാണവ? വായുസഞ്ചി വ്യത്യസ്ത ആഴങ്ങളിൽ മുകളിലും താഴേക്കുമായി നീന്താനായി സഹായിക്കുന്നു. ജലപരിസ്ഥിതിയിലെ മാറ്റങ്ങൾ തിരിച്ചറിയാനായി പാർശ്വരേഖകളുണ്ട്. ജലത്തിലൂടെ ചലിക്കുന്നതിന് ചിറകുകൾ സഹായിക്കുന്നു. ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ജലത്തിലെ ഘർഷണം കുറയ്ക്കുന്നതിനും ശൽക്കങ്ങൾ സഹായിക്കുന്നു. ജലത്തിനുള്ളിലെ ശ്വസനത്തിന് ചെകിളപ്പൂക്കൾ സഹായിക്കുന്നു. മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ്? ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. കേരള തീരങ്ങളിൽ ജൂൺ, ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് എന്തിനാണ്? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് നിങ്ങളുടെ നിഗമനങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ആ സമയത്ത് മത്സ്യങ്ങൾ മുട്ടയിടുന്ന സമയമാണ്. അപ്പോൾ മീൻ പിടിച്ചാൽ തന്നെ എന്താവും? മത്സ്യങ്ങളുടെ വരും ദിനങ്ങളിലേക്കുള്ള എണ്ണം കുറയാനത് കാരണമാവും. ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വച്ച് മുട്ട വിരിയിക്കുന്നു. ഇത്തരം മത്സ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. സ്രാവ്, ഗപ്പി, മോളി, കാർഡിനൽ ഫിഷ്, ഗൗരാമി, ഒച്ചുമത്സ്യം തുടങ്ങിയവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. ഊത്തക്കയറ്റം. ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തക്കയറ്റം എന്നറിയപ്പെടുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടിക്കുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. ചിത്രത്തിലെ മത്സ്യങ്ങൾക്ക് നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഇവയുടെ ആവാസം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ചിത്രത്തിൽ നമുക്ക് മുഷി, മത്തി എന്നീ 2 മത്സ്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഇവയുടെ ആവാസത്തിലുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുഷി. തടാകങ്ങൾ, നദികൾ, ചതുപ്പുകൾ തുടങ്ങിയ ശുദ്ധജലാശയങ്ങളിൽ മുഷി മത്സ്യം കാണപ്പെടുന്നു. ആഫ്രിക്കയും മിഡിൽ ഈസ്റ്റുമാണ് ഇവയുടെ ജന്മദേശമെങ്കിലും മത്സ്യകൃഷിയുടെ ഭാഗമായി മറ്റു പ്രദേശങ്ങളിലേക്കും ഇവ എത്തിയിട്ടുണ്ട്. ഓക്സിജന്റെ അളവ് കുറഞ്ഞ ജലത്തിലും മുഷി വളരും. ഇനി മത്തിയോ? മത്തികൾ സാധാരണയായി ആഴം കുറഞ്ഞ സമുദ്രതീരത്തിനടുത്തുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്നു. അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം തുടങ്ങിയ ഇടങ്ങളിൽ നിന്നെല്ലാം മത്തി കാണപ്പെടുന്നു. ഉഭയജീവികൾ. നമ്മുടെ ആമ്പൽക്കുളത്തിൽ ഇതാ നിറയെ മീൻ. ഒരു കുട്ടി പറയുകയാണ് അല്ലേ? അപ്പോൾ മറ്റു കുട്ടി എന്താ പറയുന്നത്? അത് മീനല്ല, വാൽമാക്രികളാണ്. വാൽമാക്രികൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? തവളകളുടെ കുഞ്ഞുങ്ങളാണല്ലേ വാൽമാക്രികൾ. തവളയുടെ ജീവിതചക്രം നിരീക്ഷിക്കൂ. എന്തെല്ലാം മാറ്റങ്ങൾ വന്നാണ് വാൽമാക്രി പൂർണ്ണ വളർച്ചയെത്തിയ തവളയായി മാറുന്നതെന്ന് ഈ ചിത്രത്തിൽ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. ജലത്തിൽ ജീവിക്കുന്നതിന് എന്തെല്ലാം അനുകൂലനങ്ങളാണ് വാൽമാക്രിക്കുള്ളത്? ഇവ ശ്വസിക്കുന്നത് എങ്ങനെയാണ്? ചർച്ച ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തൂ. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഉഭയജീവിയാണ് വാൽമാക്രി. ചെകിളകളുടെ സഹായത്തോടെയാണ് ഇവർ ശ്വസിക്കുന്നത്. വളർച്ചയെത്തുന്നത് വരെ ഇവയ്ക്ക് കൈകാലുകൾ കാണപ്പെടാറില്ല.
വാലിൻ്റെ സഹായത്തോടെയാണ് ഇവ ജലത്തിലൂടെ സഞ്ചരിക്കുന്നത്. ഒരു തവള പറയുന്നത് ശ്രദ്ധിക്കൂ. ജീവിതചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. ഞങ്ങൾ നട്ടെല്ലുള്ളവയാണ്. വളർച്ചയെത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു. ഞങ്ങളെ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. ഉഭയജീവികൾക്കൊരു നിർവചനം എഴുതൂ. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളാണ് ഉഭയജീവികൾ. കരയിലായിരിക്കുമ്പോൾ അവ ശ്വാസകോശം ഉപയോഗിച്ചും വെള്ളത്തിലായിരിക്കുമ്പോൾ അവ ത്വക്ക് ഉപയോഗിച്ചും ശ്വസിക്കുന്നു. സിസിലിയനുകൾ കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. കണ്ണുകൾ സുതാര്യമായ ത്വക്കുകൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഉരഗങ്ങൾ നോക്കിക്കേ മക്കളെ, അവിടെ പാമ്പ്, പല്ലി, ചീങ്കണ്ണി, അതുപോലെ ഓന്ത്, അരണ, ആമ, മുതല തുടങ്ങിയ ജീവികളെല്ലാം തന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ് എന്ന് അവർ പറയുന്നുണ്ടല്ലേ. നമ്മുടെ നാട്ടിൽ കാണുന്ന ചില ജീവികളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അവ ഏതെല്ലാമാണെന്ന് എഴുതൂ. പാമ്പ്, പല്ലി, ഉടുമ്പ്, അരണ, ഓന്ത്, ആമ, മുതല എന്നിവയാണ് തന്നിട്ടുള്ളത് അല്ലേ. ഈ ജീവികളുടെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ്? മുട്ടയിട്ട് സന്താനോൽപാദനം നടത്തുന്നു, ശ്വാസകോശം ഉപയോഗിച്ച് ശ്വസിക്കുന്നു, ശീതരക്തജീവികളാണ്, അതായത് തണുത്ത രക്ത ഉള്ള ജീവികളായിരിക്കും, ചർമ്മം കട്ടിയുള്ളതാണ്, പുറന്തൊലി ശൽക്കങ്ങളായി മാറിയിരിക്കുന്നു. പാമ്പുകൾ നോക്കിക്കേ, പാമ്പ് ഇവിടെ പറയുന്നുണ്ട്, അയ്യോ ഞങ്ങളെ ഉപദ്രവിക്കല്ലേ എന്നല്ലേ. ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതെല്ലാം പാമ്പുകളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? അണലി, മൂർഖൻ, രാജവെമ്പാല, വെള്ളിക്കട്ടൻ, മലമ്പാമ്പ്, ചേനത്തണ്ടൻ, ചുരുട്ടമണ്ഡലി തുടങ്ങിയവയെല്ലാം ചിലയിനം പാമ്പുകളാണ്. എല്ലാ പാമ്പുകൾക്കും വിഷമുണ്ടോ? ഇല്ല അല്ലേ. വിഷമില്ലാത്ത പാമ്പുകൾ ഏതെല്ലാമാണ്? ചേര, മലമ്പാമ്പ്, നീർക്കോലി തുടങ്ങിയവയ്ക്കൊന്നും വിഷമില്ല. വിഷപ്പാമ്പുകൾ കേരളത്തിൽ സാധാരണമായി കാണുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനുള്ള സൂചനകൾ നോക്കൂ. ആദ്യം മൂർഖൻ്റേത് നോക്കാം. മൂർഖൻ എങ്ങനെ തിരിച്ചറിയാം? വികസിപ്പിക്കാവുന്ന പത്തിയും അതിൻ്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളും കഴുത്തിന് താഴെ കുറുകെയായി വീതിയുള്ള 2 വളയങ്ങളും ഉണ്ടായിരിക്കും. ഇനി രാജവെമ്പാല, പത്തിയിൽ തെളിഞ്ഞു കാണുന്ന, കണ്ടോ അങ്ങനെ ഒരു അടയാളം, കോണ് പോലുള്ള അടയാളം, 5 മീറ്റർ വരെ നീളം, ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങൾ, വാലിന് നല്ല കറുപ്പ്. അടുത്തത് ശംഖുവരയൻ, വെള്ളിക്കെട്ടൻ, ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ളവരകൾ, കറുത്തിരുണ്ട നിറം. അടുത്തത് അണലി അഥവാ ചേനത്തണ്ടൻ, ത്രികോണാകൃതിയിലുള്ള വലിയ തല, ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ. കടൽപ്പാമ്പ് അഥവാ വലകടിയൻ, വാൽ പരന്നതും തുഴയുടെ ആകൃതിയിലുമാണ്, പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങൾ. കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. ഇനി പാമ്പ് കടിയേറ്റാൽ, പാമ്പ് കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റയാളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം. പാമ്പുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം എന്തെല്ലാമാണെന്ന് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. തവള, എലി തുടങ്ങിയ ജീവികൾ അധികമായി പെരുകാതെ ഇവ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. കഴുകൻ പോലുള്ള ജീവികൾക്ക് ഭക്ഷണമാകുന്നു. തൂവൽ കുപ്പായക്കാർ. അപ്പോൾ ഇനി പക്ഷികളെ കുറിച്ചാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. പക്ഷികളുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഏതെല്ലാം പക്ഷികളെ തിരിച്ചറിയാനാവും? എഴുതി നോക്കൂ. നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും 5 പക്ഷികളെ നിരീക്ഷിച്ച് അവയെക്കുറിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. പക്ഷി നിരീക്ഷണത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? തൂവലുകളുടെ പ്രത്യേകത, കൂട്, കാലിന്റെ പ്രത്യേകത, കൊക്കിന്റെ പ്രത്യേകത, ആഹാരം, വലുപ്പം, പക്ഷിയുടെ നിറം, അതുപോലെ തന്നെ അവയുടെ ആകൃതിയും നിങ്ങൾക്ക് നിരീക്ഷിക്കാം. സസ്തനികൾ. നമുക്കിവിടെ മുയല്, പൂച്ച, പന്നി, എരുമ, പശു, നായ തുടങ്ങി നിങ്ങൾക്ക് സുപരിചിതമായ ചില ജീവികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകതകൾ, ഇത്രയും ജീവികൾക്ക് എന്താണ്? അവർക്ക് പൊതുവായ ചില സവിശേഷതകളുണ്ട്. അതെന്തൊക്കെയാണ്? ചെവിക്കുടയുണ്ട്, നട്ടെല്ലുണ്ട്, രോമമുണ്ട്, ഹൃദയത്തിന് 4 അറകളുണ്ട്, ഉഷ്ണരക്താണുക്കളാണ്, അതായത് അവരുടെ രക്തം എങ്ങനെയായിരിക്കും? ചൂടുള്ളതായിരിക്കും. പാലുൽപാദന ഗ്രന്ഥികളുണ്ട്, ചെവിയിൽ കേൾവിയെ സഹായിക്കുന്ന 3 എല്ലുകളുണ്ട്, സ്വേദഗ്രന്ഥികളുണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. ഇവരും സസ്തനികൾ. തിമിംഗലം, ഡോൾഫിൻ, വവ്വാല്, നീർനായ തുടങ്ങിയവയും സസ്തനികളുടെ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. കാരണം അവയും കുഞ്ഞുങ്ങളെ പ്രസവിച്ചാണ് വളർത്തുന്നത്. ഇവയുടെ പ്രത്യേകതകൾ ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. തിമിംഗലവും ഡോൾഫിനും സമുദ്രജീവികളാണ്. വവ്വാൽ പറക്കാൻ കഴിവുള്ള സസ്തനിയാണ്. നീർനായയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാനായിട്ട് സാധിക്കും.
ഈ 4 ജീവികളും കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടിയാണ് വളർത്തുന്നത്. ചില സസ്തനികൾ വളർത്തുമൃഗങ്ങളാണല്ലോ. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ വളർത്തുമൃഗങ്ങളെ വളർത്തുന്നത്? മാംസത്തിന്, പാലിന്, രോമത്തിന്. വളർത്തുമൃഗങ്ങൾ ഉപകാരികളാണെങ്കിലും അവയിൽ നിന്നും മനുഷ്യർക്ക് രോഗങ്ങൾ പകരാറുണ്ടല്ലോ. ഏതെല്ലാം രോഗങ്ങളെന്ന് കണ്ടെത്തി എഴുതൂ. പേവിഷബാധ, എലിപ്പനി, പക്ഷിപ്പനി, ആന്ത്രാക്സ്, ബ്രൂസെല്ല തുടങ്ങിയവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? വളർത്തുമൃഗങ്ങൾക്ക് വാക്സിൻ എടുക്കുക. വളർത്തുന്ന മൃഗങ്ങളെ എപ്പോഴും വൃത്തിയോടെ സൂക്ഷിക്കുക. വളർത്തുമൃഗങ്ങളുടെ നഖങ്ങളും മുടിയും വെട്ടിയൊതുക്കുക. വളർത്തുമൃഗങ്ങളുടെ കൂട് വൃത്തിയായി സൂക്ഷിക്കുക. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ലുണ്ട്. അന്യം നിൽക്കുന്ന ജീവികൾ. ഭൂമിയിൽ മുൻപുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ളവയല്ല. എന്നാൽ ജീവികളുടെ വംശനാശത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ആവാസവ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട്. മനുഷ്യൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ജീവികളുടെ ആവാസവ്യവസ്ഥയെ ഇല്ലാതാക്കുന്നത്? ഒരുപാടുണ്ട് അല്ലേ? നിങ്ങളുടെ ചുറ്റുപാടും ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? ചർച്ച ചെയ്യൂ. ആവാസവ്യവസ്ഥകളുടെ പുനഃസ്ഥാപനം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയും? നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. വനനശീകരണം, മലകളും കുന്നുകളും ഇടിച്ചു നിരത്തൽ, വയലുകൾ നികത്തൽ, അമിതമായ രാസവള കീടനാശിനികൾ പ്രയോഗിക്കൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥകളും നശിക്കുകയും ഒട്ടേറെ ജീവികൾ വംശനാശ ഭീഷണി നേരിടുകയും ചെയ്യുന്നു. ഇക്കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ആളുകൾക്ക് ഇതേക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുകയും വഴി നമുക്ക് ഈ ആവാസ വ്യവസ്ഥകളുടെ പുനഃസ്ഥാപനം പ്രാബല്യത്തിൽ വരുത്താവുന്നതാണ്. നമുക്ക് വിലയിരുത്താം ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. ചോദ്യം 1. താഴെ പറയുന്ന സവിശേഷതകളുള്ള ഏതെല്ലാം ജീവികൾ നിങ്ങളുടെ ചുറ്റുപാടുമുണ്ടെന്ന് കണ്ടെത്തി എഴുതൂ. ജന്തുലോകത്തിൻ്റെ 5 സവിശേഷതകളാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്. ഓരോന്നും ഉള്ള ഏതൊക്കെ ജീവികളാണ് അതിൽ ഉൾപ്പെടുന്നത് എന്ന് എഴുതുകയാണ് വേണ്ടത്. ആദ്യത്തേത് ശൽക്കങ്ങളില്ല, ഈർപ്പമുള്ള ത്വക്ക്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. തവളയാണ് ഉദാഹരണം. ജലത്തിൽ ജീവിക്കുന്നു, ശൽക്കങ്ങളുണ്ട്, ജലത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ചിറകുകളുണ്ട്. മത്സ്യങ്ങൾ. കാലുകളിൽ ശൽക്കങ്ങളുണ്ട്, തൂവലുകളുണ്ട്, പറക്കാൻ കഴിയും. പക്ഷികളാണ്. ശരീരം, തല, നെഞ്ച്, ഉദരം എന്നിങ്ങനെ ഭാഗങ്ങളുണ്ട്. 6 കാലുകളും ആൻറ്റിനകളും ബാഹ്യാസ്ഥികൂടവുമുണ്ട്. ഷഡ്പദങ്ങളാണ്. ചെവിക്കുടയുണ്ട്, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. സസ്തനികളാണ്. ചോദ്യം 2. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ എന്നിവയുടെ സവിശേഷതകൾ പഠിച്ചല്ലോ. താഴെ പറയുന്ന സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഈ ജീവികളെ താരതമ്യം ചെയ്തു നോക്കൂ. അപ്പോൾ ജീവികൾ 3 നമുക്കവിടെ തന്നിട്ടുണ്ട്. അവയുടെ ത്വക്കിൻ്റെയും ശ്വസനത്തിൻ്റെയും വാസസ്ഥലത്തിൻ്റെയും മുട്ടയും കുഞ്ഞുങ്ങളും ഇവയുടെയും സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ് ചോദ്യം. ആദ്യത്തേത് മത്സ്യമാണ്. മത്സ്യത്തിൻ്റെ ത്വക്കിൽ പ്രത്യേകത എന്താണ്? സവിശേഷതകൾ. ശൽക്കങ്ങളുണ്ട്. ശ്വസനത്തിന് ചെകിളപ്പൂക്കളാണ്. വാസസ്ഥലം ജലമാണ്. മുട്ടയിൽ നിന്ന് ആണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. രണ്ടാമതായി ഉഭയജീവികൾക്ക് നനഞ്ഞതും മിനുസമാർന്നതുമായ ത്വക്കാണ്. ശ്വസനത്തിനായി ശ്വാസകോശം, ത്വക്ക് എന്നിവ ഉപയോഗിക്കുന്നു. അതുപോലെ ചെകിളപ്പൂക്കളും ഉപയോഗിക്കുന്നുണ്ട്. വാസസ്ഥലം കരയിലും വെള്ളത്തിലുമാണ്. മുട്ടയിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. ഉരഗങ്ങൾക്ക് വരണ്ടതും ചെതുമ്പലുള്ളതുമായ ത്വക്കാണ്. ശ്വസനത്തിന് ശ്വാസകോശമാണ്. വാസസ്ഥലം കരയാണ്. കുഞ്ഞുങ്ങളെ മുട്ടയിൽ നിന്ന് തന്നെയാണ് വിരിയിക്കുന്നത്. ചോദ്യം 3. ജീവികളുമായി ബന്ധപ്പെട്ട പദപ്രശ്നം പൂർത്തിയാക്കൂ. വലത്തോട്ട്. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ശലഭം വിലാസിനിയാണ്. ചോദ്യം 5. രാത്രിയിൽ ഇര തേടുന്ന ഒരു പക്ഷി വെള്ളിമൂങ്ങ. 6. ശുദ്ധജലത്തിലെ ഒരു സസ്തനി നീർനായ. ഇനി താഴോട്ട് നോക്കൂ. മണ്ണിരയെ പോലെയോ പാമ്പിനെ പോലെയോ തോന്നുന്ന ഒരിനം. രണ്ടാമത്തെയാണ് കേട്ടോ. എന്താണ്? സിസിലിയൻ ആണ് അല്ലേ? സിസിലിയൻസ് ആണ്. പിന്നെ 3. പല്ലി, പാമ്പ്, ആമ എന്നീ ജീവികൾ ഉൾപ്പെട്ട വിഭാഗം ഉരഗങ്ങളാണ്. 4. ഒരു പ്രാണിയുടെ ലാർവയാണ്, കുഴിയാനയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് അവസാനത്തെ ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്